ഇപ്പം എന്തായാലും ലൈവിലുള്ള സ്ഥിതിക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം കേട്ടോ, നോ പ്രോബ്ലം. അപ്പോൾ നമ്മൾ ഓൾറെഡി അഡ്വാൻസ്ഡ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിലെ ഒന്നാമത്തെ ബ്ലോക്കും രണ്ടാമത്തെ ബ്ലോക്കും തിയറി പാർട്ടായ IFRSഉം ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡും പറഞ്ഞു കഴിഞ്ഞു. അതിന് മൂന്നാമത്തെ ബ്ലോക്ക് വരുന്നത് ഹയർ പർച്ചേസ് ആൻഡ് ഇൻസ്റ്റാൾമെന്റ് സിസ്റ്റം ആണ്. അതിൽ ഒന്നാമത്തെ യൂണിറ്റ് അതിനെ കുറച്ച് തിയറി, എന്താണ് ഹയർ പർച്ചേസ്, അതിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്താണ് എന്നൊക്കെ പറയുന്ന യൂണിറ്റ് ആണ്. ദെൻ രണ്ടാമത്തെ യൂണിറ്റിൽ പ്രാക്ടിക്കലായിട്ട് നമുക്ക് ചെയ്യാനുണ്ട് യൂണിറ്റ് 2 അക്കൗണ്ട്സ് ഓഫ് ഹയർ പർച്ചേസ് സിസ്റ്റം. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഹയർ പർച്ചേസിലെ അക്കൗണ്ട്സ് എങ്ങനെ കൈകാര്യം ചെയ്യാം എന്നുള്ളതാണ്. അതിൽ എന്താണ് ഹയർ പർച്ചേസ് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടെങ്കിലും അതൊന്നുകൂടെ ഇവിടെ വിശദീകരിക്കുന്നുണ്ട്, ചെറിയൊരു മീനിങ് കൊടുത്തിട്ടുണ്ട്. എന്താണ് ഹയർ പർച്ചേസ്? ഇതിനെ HP എന്ന് പറയും. ഹയർ പർച്ചേസ് സിസ്റ്റം ഇസ് എ മെത്തേഡ് ഓഫ് ഫിനാൻസിങ് എ പർച്ചേസ് വേർ ബയർ അക്വയർ ആൻ അസെറ്റ്, പേ ഫോർ ദി ഇൻസ്റ്റാൾമെന്റ് ഓവർ ടൈം. ഒരു സാധനം, ഒരു അസറ്റ് ഇപ്പൊ വാങ്ങുകയും അത് കൈവശപ്പെടുത്തുകയും അതിന്റെ ക്യാഷ് തവണകളായിട്ട് പിന്നീട് കൊടുത്തു തീർക്കുകയും ചെയ്യുന്ന പരിപാടിയാണ് ഹയർ പർച്ചേസ് സിസ്റ്റം. ഇറ്റ്സ് എസെൻഷ്യലി ഹയറിംഗ് എഗ്രിമെന്റ് വിത്ത് ആൻ ഓപ്ഷൻ ടു പർച്ചേസ്. ഇത് ഒരു എഗ്രിമെന്റ് വെച്ചിട്ട് സാധനം വാങ്ങാനാണ്, അല്ലെങ്കിൽ വാങ്ങാനുള്ള ഒരു എഗ്രിമെന്റ് ആണ് എന്നും പറയാം. നമുക്കിവിടെ അക്കൗണ്ടിംഗ് ട്രീറ്റ്മെന്റിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത്, ഒരു ഹയർ പർച്ചേസ്, ഒരു സെയിൽസ് നടക്കുമ്പോൾ അവിടെ ഒരു കസ്റ്റമറും ഒരു ബിസിനസ്മാനും ഉണ്ടാവും, ഒരു സെല്ലറും ഉണ്ടാവും. ഹയർ പർച്ചേസ് നടക്കുമ്പോൾ അതിൽ 2 പാർട്ടിയാണ് ഉണ്ടാവുക. ആ 2 പാർട്ടിയിൽ അവരുടെ പേര്, ഒന്ന് ഹയർ വെൻഡർ ആണ്. ആരാണ് ഹയർ വെൻഡർ എന്ന് പറഞ്ഞാൽ? വിൽക്കുന്ന ആളാണ്, അതായത് സെല്ലർ ആണ് ഹയർ വെൻഡർ. രണ്ടാമത്തെ ആള് ഹയർ പർച്ചേസർ ആണ്, അതായത് ബയർ എന്ന് പറയും. എന്തിനാണ് ഇത് രണ്ടും നമ്മൾ പരിചയപ്പെടുത്തുന്നതെന്ന് ചോദിച്ചാൽ, ഇവരെ 2 പേരുടെ അക്കൗണ്ടിലും ഇവരെ 2 പേരും അക്കൗണ്ടിങ് വർക്ക് ചെയ്യണം. വിൽക്കുന്ന ആള് അയാളുടെ ബുക്കിൽ എഴുതണം, വാങ്ങുന്ന ആളുടെ ബുക്കിൽ എഴുതണം. 2 ആൾക്കും അക്കൗണ്ട്സ് ഉണ്ടാവും. ഹയർ പർച്ചേസിൽ നമ്മൾ വലിയ വലിയ മെഷീനറി ഒക്കെയാണ് വാങ്ങുക, അത് ബിസിനസ്സിന് ആവശ്യത്തിന് വേണ്ടിയിട്ട് വാങ്ങലായിരിക്കും. അപ്പോൾ ഒരു ബിസിനസ്സുകാരൻ തന്നെ ആയിരിക്കും ഹയർ പർച്ചേസിൽ സാധനം വാങ്ങുന്നത്. അപ്പോൾ ബിസിനസ്സുകാരനൊക്കെ അവിടെ എന്തുണ്ടാവും? അക്കൗണ്ട്സ് ഉണ്ടാവും. വിൽക്കുന്ന ആളും ഒരു ബിസിനസ്സുകാരൻ തന്നെ ആയിരിക്കും, അയാളുടെ കയ്യിലും എന്തുണ്ടാവും? അക്കൗണ്ട് ഉണ്ടാവും. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യുന്നത് ഇൻ ദി ബുക്സ് ഓഫ് ഹയർ പർച്ചേസർ, വാങ്ങുന്ന ആളുടെ ബുക്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ നോട്ട് ചെയ്യുക, എഴുതുക. ഇപ്പോൾ നമ്മൾ തന്നെ ഒരു ബിസിനസ്മാൻ ആയിട്ട് മാറുക, അതായത് നമ്മൾ വേറൊരു കമ്പനീൻ്റെ അടുത്ത് ഹയർ പർച്ചേസിൽ സാധനം വാങ്ങുകയാണെന്ന് വിചാരിച്ചാൽ മതി. അപ്പോൾ നമ്മുടെ ബുക്കിൽ നമ്മൾ എന്തൊക്കെ എഴുതും? അങ്ങനെ നമ്മൾ ആ ബുക്കിൽ എന്തൊക്കെ എഴുതണമെന്ന് അറിയണമെങ്കിൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? അതുമായി ബന്ധപ്പെട്ട കുറെ കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കണം. ഒരു ഹയർ പർച്ചേസ് ബിസിനസ് നടക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ നോട്ട് ചെയ്യണം? ടു ഹാവ് എ പ്രോപ്പർ അക്കൗണ്ടിങ് റെക്കോർഡ്സ്, സം ഇൻഫർമേഷൻ ഇസ് റിക്വയർഡ് വിത്ത് റിഗാർഡ് ടു ദി പർച്ചേസ് ട്രാൻസാക്ഷൻ. അതെന്തൊക്കെയാണ്? ഹയർ പർച്ചേസ് നടക്കുമ്പോൾ അതിൻ്റെ അക്കൗണ്ടിങ് വർക്ക് ചെയ്യാൻ പോകുമ്പോൾ നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. ഒന്ന്, ഡേറ്റ് ഓഫ് പർച്ചേസ് ഓഫ് ആൻ അസെറ്റ്. ഒരു അസെറ്റ് വാങ്ങുന്നതിൻ്റെ ഡേറ്റ് നമ്മൾ ആദ്യം അറിയണം. അസെറ്റ് വാങ്ങുന്നതിൻ്റെ ഡേറ്റ് നമ്മൾ, സോറി ഐ ഗോട്ട് എ കോൾ. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഹയർ പർച്ചേസിൻ്റെ അക്കൗണ്ട് ചെയ്യുന്ന സമയത്ത് കുറച്ച് കാര്യങ്ങൾ നോട്ട് ചെയ്യണം. അതൊന്ന്, ഡേറ്റ് ഓഫ് പർച്ചേസ് ഓഫ് അസെറ്റ്. ഹയർ പർച്ചേസിന് വാങ്ങുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട്. നമ്മൾ സാധനം ഒരു ഡേറ്റിൽ വാങ്ങും, അതിൻ്റെ പേയ്മെൻറ്റ് ആ ഡേറ്റിൽ കൊടുക്കും, ബാക്കി കുറച്ച് പേയ്മെൻറ്റുകൾ പിന്നീടും കൊടുക്കും. അതുകൊണ്ട് ഡേറ്റ് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ അസെറ്റ് നമ്മൾ വാങ്ങുന്ന ഡേറ്റ് നോട്ട് ചെയ്യണം. രണ്ടാമത്തെ കാര്യം, ഹയർ പർച്ചേസിൽ നമ്മൾ റെഡി ക്യാഷിൽ ഒരു സാധനം വാങ്ങുമ്പോൾ, ഒരു അസെറ്റ് വാങ്ങുമ്പോൾ അത് അന്ന് തന്നെ ക്ലോസ് ചെയ്യും.
നമുക്ക് സാധനം കിട്ടി, ക്യാഷ് കൊടുത്ത് പരിപാടി കഴിഞ്ഞു. പക്ഷെ ഇതല്ല, ഇത് വർഷങ്ങളോളം നീണ്ടു നിൽക്കുന്ന ഒരു ഇടപാടാണ്. അപ്പൊ ക്ലോസ് ചെയ്യുന്നത് ചിലപ്പോൾ 5 വർഷത്തിന് ശേഷം അല്ലെങ്കിൽ 2-3 വർഷത്തിന് ശേഷമായിരിക്കും. അതുകൊണ്ട് ഡേറ്റ് ഓഫ് ക്ലോസിംഗ് എന്ന് പറഞ്ഞൊരു ഡേറ്റ് കൂടി അതിനുണ്ടാവും. നേരെ മറിച്ച് ഒരു സെയിൽസ് ആണെങ്കിൽ എന്ത് ഒരു ഡേറ്റിൽ നമ്മൾ വാങ്ങി അത് കഴിഞ്ഞു. അതേപോലെ അല്ല. ദെൻ ക്യാഷ് പ്രൈസ് ഓഫ് ആൻ അസറ്റ്. സാധാരണ സെയിൽസ് പോലെയല്ല. ഈ സെയിൽസിന് ഹയർ പർച്ചേസിന്റെ സിസ്റ്റത്തിൽ ക്യാഷ് പ്രൈസ് എന്ന് പറഞ്ഞിട്ട് ഒരു പ്രൈസ് ഉണ്ടാവും. അതായത് അസറ്റിനൊരു യഥാർത്ഥ വില. ആ യഥാർത്ഥ വിലയ്ക്ക് തന്നെ നമുക്ക് തരാം. അതിൻ്റെ കൂടെ ഇൻട്രസ്റ്റും മറ്റ് ചാർജൊക്കെ കൂട്ടിയിട്ടാണ് നമുക്ക് തരിക. അതുകൊണ്ട് 1 ലക്ഷം രൂപയുടെ ഒരു അസറ്റ് വാങ്ങുമ്പോൾ നമ്മൾ 1,30,000 രൂപ ചിലപ്പോൾ കൊടുക്കേണ്ടി വരും. അതിന്റെ ക്യാഷ് പ്രൈസ് 1 ലക്ഷം തന്നെ ആയിരിക്കും. ഹയർ പർച്ചേസ് പ്രൈസ് 1,30,000 ആയിരിക്കും. അപ്പോൾ ക്യാഷ് പ്രൈസ് നമ്മൾ മനസ്സിലാക്കി വെക്കണം. ദെൻ ആ ഹയർ പർച്ചേസിൽ ഒരു ഡൗൺ പേയ്മെന്റ് ഉണ്ടാവും. എന്താണ് ഡൗൺ പേയ്മെന്റ് നമുക്കറിയാം. ഒരു സാധനം ഹയർ പർച്ചേസിൽ നമ്മൾ വാങ്ങുമ്പോൾ ആദ്യം കുറച്ച് ക്യാഷ് കൊടുക്കണം. അങ്ങനെ ആദ്യം നമ്മൾ അയാളുടെ ഓൺ ദ സ്പോട്ടിൽ വാങ്ങുമ്പോൾ കൊടുക്കുന്ന ഒരു നിശ്ചിത എമൗണ്ടിന് ഡൗൺ പേയ്മെന്റ് എന്ന് പറയും. അപ്പോൾ എത്രയാണ് ഡൗൺ പേയ്മെന്റ് എന്ന് മനസ്സിലാക്കിയിരിക്കണം. യഥാർത്ഥ സെയിൽസിൽ ഇങ്ങനെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. ഹയർ പർച്ചേസ് ആകുമ്പോൾ ഇത്തരം കാര്യങ്ങൾ നോക്കണം. ദെൻ നമ്പർ ആൻഡ് എമൗണ്ട് ഓഫ് ഈച്ച് ഇൻസ്റ്റാൾമെന്റ്. ആദ്യം നമ്മളൊരു ഡൗൺ പേയ്മെന്റ് കൊടുക്കും. ഇപ്പോൾ 1 ലക്ഷം രൂപയുടെ സാധനത്തിനാണെങ്കിൽ 10,000 രൂപ ആദ്യം നമ്മൾ കൊടുക്കും. അതിനെ നമ്മൾ ഡൗൺ പേയ്മെന്റ് എന്ന് പറയും. ബാക്കി 90,000 രൂപ എന്താ പറയുക 9 അടവായിട്ട് നമ്മൾ വീണ്ടും കൊടുക്കും. അതിനെ ഇൻസ്റ്റാൾമെന്റ് എന്ന് പറയും. അത് ചിലപ്പോൾ 9 ആയിരിക്കും, ചിലപ്പോൾ 5 ആയിരിക്കും, 10 ആയിരിക്കാം. ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കും. ഹയർ പർച്ചേസിന്റെ ഒരു പ്രത്യേകത, സാധനത്തിന്റെ വില നമ്മൾ പിന്നീടാണ് കൊടുക്കുന്നത്. അങ്ങനെ പിന്നീട് കൊടുക്കുന്നത് കൊണ്ട് വില മാത്രം കൊടുത്താൽ പോരാ, ചെറിയൊരു പലിശ കൂടി നമ്മൾ കൊടുക്കേണ്ടി വരും. ഇത്തരം കാര്യങ്ങൾ അതിൽ നോട്ട് ചെയ്യണം. ലാസ്റ്റ് വൺ, മെത്തേഡ് ആൻഡ് റേറ്റ് ഓഫ് ഡിപ്രീഷിയേഷൻ. നമ്മൾ വാങ്ങുന്നത് ഹയർ പർച്ചേസിൽ വാങ്ങുന്നത് വില കൂടിയ അസറ്റ് ഒക്കെ ആയിരിക്കും. അസറ്റ് വാങ്ങുമ്പോൾ അസറ്റിന് എന്തും ഉണ്ടാവും, ഡിപ്രീഷിയേഷൻ ഉണ്ടാവും. അത് ബിസിനസിന്റെ ഒരു ഒഴിച്ചുവിടാൻ പറ്റാത്ത ഒരു എക്സ്പെൻസ് ആണ്. ആ ഡിപ്രീഷിയേഷൻ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യേണ്ടത് എന്ന് അതിൽ പറഞ്ഞിട്ടുണ്ടാവും. അതിന്റെ കാര്യം കൂടെ മനസ്സിലാക്കണം. അപ്പം ഇത്രയും പോയിന്റ്സ് നമ്മൾ എന്ത് ചെയ്യണം, ഹയർ പർച്ചേസിന്റെ കാര്യത്തിൽ ശ്രദ്ധിച്ചിട്ട് വേണം ഇതിന്റെ അക്കൗണ്ടിങ് വർക്ക് ചെയ്യാൻ. ഇനി എങ്ങനെയാണ് നമ്മൾ അക്കൗണ്ടിങ് വർക്ക് ചെയ്യുക? അതിന് 3 മെത്തേഡ് ഉണ്ട്. ഹയർ പർച്ചേസിൽ നമ്മൾ അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റിന് 3 രീതിയുണ്ട്. അതൊന്ന് ഫുൾ ക്യാഷ് പ്രൈസ് മെത്തേഡാണ്, 2 ആക്ച്വൽ ക്യാഷ് പ്രൈസ് മെത്തേഡാണ്, 3 ഇൻട്രസ്റ്റ് സസ്പെൻസ് മെത്തേഡാണ്. ഇതിലെ ആദ്യത്തെ 2 മെത്തേഡാണ് നമുക്ക് പഠിക്കാനുള്ളത്. മൂന്നാമത്തെ ഇൻട്രസ്റ്റ് സസ്പെൻസ് മെത്തേഡ് നമുക്ക് പഠിക്കാനില്ല. അപ്പോൾ ഫുൾ ക്യാഷ് പ്രൈസ് മെത്തേഡ് എന്ന് പറയുന്ന ഒരു മെത്തേഡാണ്. മറ്റേത് ആക്ച്വൽ ക്യാഷ് പ്രൈസ് മെത്തേഡും ആണ്. എന്താണ് ഫുൾ ക്യാഷ് പ്രൈസ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ, ഫുൾ ക്യാഷ് പ്രൈസ് മെത്തേഡിൽ അസറ്റ് ഈസ് ഡെബിറ്റഡ് ടു ദി അസറ്റ് അക്കൗണ്ട്. ഇതിപ്പോ പറഞ്ഞാൽ മനസ്സിലാവില്ല, ചെയ്യുമ്പോൾ മനസ്സിലാവും. ഒരു അസറ്റ് നമ്മൾ വാങ്ങുമ്പോൾ, ഹയർ പർച്ചേസിൽ നമ്മളൊരു സാധനം വാങ്ങുമ്പോൾ, ഞാൻ നേരത്തെ പറഞ്ഞു 1 ലക്ഷം രൂപയുടെ സാധനം നമ്മൾ വാങ്ങുന്നത് എത്ര രൂപക്കായിരിക്കും? ആദ്യം എത്ര കൊടുക്കുന്നുള്ളൂ? ഡൗൺ പേയ്മെന്റ് 10,000 മാത്രം കൊടുത്താൽ മതി, സാധനം നമുക്ക് കിട്ടും. അപ്പോ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക, 10,000 രൂപ കൊടുത്തിട്ട് നമ്മൾ സാധനം വാങ്ങുന്നു. നമുക്ക് കിട്ടുന്ന സാധനത്തിന്റെ യഥാർത്ഥ വില എത്രയാണ്? 1 lakh ആണ്. നമ്മുടെ അക്കൗണ്ടിൽ എത്ര രൂപയുടെ അസറ്റ് വന്നു എന്നാണ് കാണിക്കുക. ഒരു അസറ്റ് വന്നാൽ നമ്മൾ അസറ്റ് വന്നതായിട്ട് കാണിക്കണമല്ലോ. ഇവിടെ നമ്മൾ എന്ത് ചെയ്യും? 10,000 രൂപയുടെ അസറ്റ് നല്ല കാണിക്കുക, 1 ലക്ഷം രൂപയുടെ അസറ്റ് തന്നെ വന്നു എന്ന് നമ്മൾ കാണിക്കും. അതായത് നമ്മൾ വാങ്ങിച്ചത് 1 ലക്ഷം രൂപയുടെ അസറ്റാണ്. അങ്ങനെ 10,000 രൂപ കൊടുത്തിട്ടുള്ളൂ എങ്കിലും, ഡൗൺ പേയ്മെന്റ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ എങ്കിലും, അതിന്റെ ഫുൾ ക്യാഷ് പ്രൈസ് വെച്ചിട്ട് ട്രീറ്റ് ചെയ്യുന്ന മെത്തേഡാണ് ഫുൾ ക്യാഷ് പ്രൈസ് മെത്തേഡ് എന്ന് പറയുന്നത്. ഇത് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ക്ലാരിറ്റി കിട്ടും, പറയുമ്പോൾ മനസ്സിലായിക്കൊള്ളണമെന്നില്ല. എന്തായാലും ഒരു അതായത് നമ്മളിപ്പോ വാങ്ങാൻ പോകുന്നത് ഇൻസ്റ്റാൾമെന്റിൽ വാങ്ങാൻ പോവാണ്.
അല്ലെങ്കിൽ ഹയർ പർച്ചേസിൽ വാങ്ങാൻ പോവാണ്. ആ അസറ്റിന്റെ വില 1 lakh ആണ്. അപ്പൊ നമ്മൾ 1 lakh തന്നെ നമ്മൾ കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? എത്ര കൊടുത്താൽ മതി? ഡൗൺ പേയ്മെന്റ് 10,000 ഫിക്സ് ചെയ്തിട്ടുണ്ട്, അത് കൊടുത്താൽ മതി അല്ലേ? അപ്പോ നമുക്ക് ഇപ്പോ നമ്മുടെ കയ്യിൽ എന്തായി? ഒരു സാധനം ബിസിനസിന്റെ ഉള്ളിലേക്ക് വന്നില്ലേ? എന്താണ് വന്നത്? 1 ലക്ഷം രൂപയുടെ മെഷീനറി ആണോ വന്നത്? 10,000 രൂപ മെഷീനറി ആണോ വന്നത്? 1 ലക്ഷം രൂപയുടെ മെഷീനറി. 1 ലക്ഷം രൂപയുടെ മെഷീനറി വന്നിട്ടുള്ളൂ, 10,000 മാത്രമേ നമ്മൾ കൊടുത്തിട്ടുള്ളൂ. നമ്മുടെ അക്കൗണ്ടിൽ നമ്മൾ ഇപ്പൊ തന്നെ എഴുതി വെക്കും മെഷീനറി എന്ന് പറഞ്ഞിട്ട് 1 ലക്ഷം രൂപ. മനസ്സിലായി? വേറെ ഒരു മെത്തേഡ് ഉണ്ട്, ആക്ച്വൽ ക്യാഷ് പ്രൈസ് മെത്തേഡ്. അതിൽ രണ്ടാമത്തെ മെത്തേഡ്, അതിൽ നമ്മൾ എന്ത് ചെയ്യുള്ളൂ? 1 ലക്ഷം രൂപയുടെ മെഷീനറി വന്നു എന്ന് എഴുതൂല, 10,000ത്തിന്റെ മെഷീനറി വന്നു എന്ന് എഴുതുള്ളൂ. മനസ്സിലായോ? അതാണ് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. ബാക്കി ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ക്ലാരിറ്റി കിട്ടും. ഓക്കെ, അപ്പോ നമുക്ക് ഫുൾ ക്യാഷ് പ്രൈസ് മെത്തേഡ് ആണ് ഞാൻ ഈ പറഞ്ഞത്. ഇതില് ആ മെഷീനറി വാങ്ങുമ്പോൾ തന്നെ 10,000 കൊടുത്തിട്ടുള്ളൂ എങ്കിലും നമ്മൾ അക്കൗണ്ടിൽ 1 lakh തന്നെ കാണിക്കുകയും ചെയ്യും. ഓക്കെ, നമുക്കതിന്റെ ജേണൽ എൻട്രി എങ്ങനെയാണെന്ന് നോക്കാം. ജേണൽ എൻട്രി ഓരോ ട്രാൻസാക്ഷൻ നടക്കുമ്പോഴും ഓരോ എൻട്രി ഉണ്ട്. അത് നമ്മൾ നേരത്തെ ജേണൽ എൻട്രി എങ്ങനെയാണ് എഴുതേണ്ടത് പഠിച്ചിട്ടുണ്ട്, അതനുസരിച്ച് തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. When the asset is acquired on hire purchase, ഹയർ പർച്ചേസിലൂടെ നമ്മൾ ഒരു അസറ്റ് വാങ്ങുമ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, ഡെബിറ്റ് വാട്ട് കംസ് ഇൻ ആൻഡ് ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട് എന്നാണ് പഠിച്ചിട്ടുള്ളത്. അപ്പോൾ അസറ്റ് വന്നല്ലോ, അപ്പോൾ അസറ്റിനെ ഡെബിറ്റ് ചെയ്തു, അസറ്റ് അക്കൗണ്ട് അറ്റ് അല്ല ഫുൾ ക്യാഷ് പ്രൈസ് ആയ അതവിടെ കാണിക്കണം ഈ മെത്തേഡിൽ. ദെൻ ഹയർ വെൻഡർ നമ്മൾ ശരിക്കും ടു ക്യാഷ് എന്നാണ് എഴുതേണ്ടത്. അസറ്റ് വന്നു, ക്യാഷ് അങ്ങോട്ട് കൊടുക്കല്ലേ ചെയ്തത്. പക്ഷെ ഇവിടെ നമ്മൾ ക്യാഷ് കൊടുക്കണില്ല. എന്ത് ചെയ്യണുള്ളൂ? ഡൗൺ പേയ്മെന്റ് ഒക്കെ കൊടുക്കണ്ട, അത് നമ്മൾ പിന്നീട് കാണിക്കും. അതുകൊണ്ട് അസറ്റ് വന്നു, ക്യാഷ് കൊടുക്കണില്ല എങ്കിൽ ആ ക്യാഷ് കൊടുക്കാനുള്ള ആളുടെ പേരെല്ലാം എഴുതി വെക്കുക. അങ്ങനല്ലേ എൻട്രി? അപ്പോ അസറ്റ് അക്കൗണ്ട് ടു ഹയർ വെൻഡർ, ചിലപ്പോൾ അവിടെ പേര് തന്നിട്ടുണ്ടാവും, ഇന്ന ആളിരുന്നാണ് വാങ്ങിച്ചത്, അയാളുടെ പേരാണ് അവിടെ എഴുതേണ്ടത്. അപ്പോൾ അസറ്റ് വാങ്ങുമ്പോൾ അസറ്റ് അക്കൗണ്ട് ടു ഹയർ വെൻഡർ. ദെൻ രണ്ടാമത്തെ ട്രാൻസാക്ഷനിൽ നമ്മൾ എന്ത് ചെയ്യും? ഡൗൺ പേയ്മെന്റ് കൊടുക്കും. ഡൗൺ പേയ്മെന്റ് കൊടുക്കുമ്പോൾ എൻട്രി എങ്ങനെ ആയിരിക്കും? നമ്മൾ ഒരു അക്കൗണ്ടന്റ് എന്ന നിലക്ക് നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ടത് ക്യാഷ് വരികയാണ് പോവുകയാണ്. ക്യാഷ് വരുമ്പോൾ ബൈ ക്യാഷ് എന്നും ക്യാഷ് പോകുമ്പോൾ ടു ക്യാഷ് എന്നും പറഞ്ഞിട്ടാണ് എൻട്രി എഴുതുക. ക്യാഷ് വരുമ്പോൾ ആദ്യം ക്യാഷ് എഴുതും, ക്യാഷ് പോകുമ്പോൾ പിന്നീട് ക്യാഷ് എഴുതും, ടു വെച്ചിട്ട് എഴുതും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഡൗൺ പേയ്മെന്റ് കൊടുക്കുമ്പോൾ എന്ത് പോകുന്നുണ്ട്? ക്യാഷ് പോകുന്നുണ്ട്, അപ്പോൾ ടു ക്യാഷ് ആണ്. അപ്പോൾ ആർക്കാണോ ഡൗൺ പേയ്മെന്റ് കൊടുക്കുന്നത്, ഇപ്പോൾ ഡൗൺ പേയ്മെന്റ് ഹയർ വെൻഡർക്കാണ് നമ്മൾ കൊടുക്കുന്നത്, കച്ചവടക്കാരനക്കാണ് പൈസ കൊടുക്കുന്നത്, അത് ഡൗൺ പേയ്മെന്റ് ആയിട്ട്. ഇവിടെ പർച്ചേസ് നിന്ന് എഴുതാൻ പറ്റില്ല, കാരണം നമ്മൾ പർച്ചേസ് ചെയ്തിട്ട് ഇല്ല, നമ്മൾ തൽക്കാലം വാടകയ്ക്ക് വാങ്ങും പോലെ വാങ്ങിയിട്ടുള്ളൂ. നമ്മുടെ സ്വന്തം ആവണമെങ്കിൽ എല്ലാ പേയ്മെന്റും കൊടുക്കണം. അതുകൊണ്ട് നമ്മൾ ഹയർ വെൻഡറിനെയാണ് ഡെബിറ്റ് ചെയ്യുക. ക്യാഷ് പിന്നെ പോണതുകൊണ്ട് ടു ക്യാഷ് എന്ന് കൊടുക്കുക. അപ്പം ഹയർ വെൻഡർ അക്കൗണ്ട് അറ്റ് ടു ക്യാഷ് എന്നാണ് രണ്ടാമത്തെ എൻട്രി വരുന്നത്. ഈ എൻട്രി കൂടെ നോട്ട് ചെയ്താലാണ് നമുക്ക് ഈ പ്രോബ്ലം ചെയ്യാൻ പറ്റില്ല. മൂന്നാമത്തത് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു, അതായത് ഹയർ പർച്ചേസിൽ ഒരു സാധനം വാങ്ങുമ്പോൾ സാധാരണ സെയിൽസ് പോലെയല്ല, പലിശ കൂടി കൊടുക്കേണ്ടി വരും. ആ പലിശ ഡ്യൂ ആവും. പലിശ ഡ്യൂ ആയാൽ നമ്മൾ ഇൻട്രസ്റ്റ് അക്കൗണ്ട് അറ്റ്, അത് ഔട്ട്സ്റ്റാൻഡിങ് ബാലൻസ് മേലാണ്, പ്രാക്ടിക്കൽ ചെയ്യുമ്പോൾ മനസ്സിലാവും. ഇൻട്രസ്റ്റ് അക്കൗണ്ട് അറ്റ് ടു ഹയർ വെൻഡർ എന്നുള്ള എൻട്രി ആണ് എഴുതുക. ഇൻട്രസ്റ്റ് അക്കൗണ്ട് അറ്റ് ടു ഹയർ വെൻഡർ, ഇൻട്രസ്റ്റ് ഡ്യൂ ആയി എന്ന് നരേഷൻ കൊടുക്കാം. പിന്നെ നമ്മൾ ഡൗൺ പേയ്മെന്റ് നമ്മൾ ഓൾറെഡി കൊടുത്തു. ഇനി നമ്മൾ അതിന്റെ ഇൻസ്റ്റാൾമെന്റ് പിറ്റത്തെ മാസത്തിലോ വർഷത്തിലോ കൊടുക്കേണ്ടി വരും. ആ ഇൻസ്റ്റാൾമെന്റ് കൊടുക്കുമ്പോൾ എൻട്രി എങ്ങനെ ആയിരിക്കും എന്ന് ചിന്തിച്ചു നോക്കൂ. ഇൻസ്റ്റാൾമെന്റ് കൊടുക്കുമ്പോൾ എൻട്രി എങ്ങനെ ആയിരിക്കും? ക്യാഷിന്റെ കാര്യം ആലോചിച്ചാൽ മതി.
മേലെ വരും താഴെ വരും? ടു ക്യാഷ് വരുമോ? ക്യാഷ് തന്നെയല്ലേ? ടു ക്യാഷ് ആണ് വരിക. പിന്നെ മറ്റേത് പിന്നെ നമുക്ക് അറിയാം, വെൻഡർ അക്കൗണ്ട് അറ്റർ ടു ക്യാഷ്, എമൗണ്ട് ഓഫ് ഇൻസ്റ്റാൾമെന്റ് പെയ്ഡ്. അപ്പൊ ഇൻസ്റ്റാൾമെന്റിന്റെ ഒരു എമൗണ്ട് പറയും, എത്ര ഇൻസ്റ്റാൾമെന്റ് ആണ്, എത്ര എമൗണ്ട് ആണെന്നൊക്കെ പറയും പ്രോബ്ലത്തിൽ. അത് വെച്ചിട്ട് ഇങ്ങനെ എൻട്രി ചെയ്ത ഹയർ വെൻഡർ അക്കൗണ്ട് അറ്റർ ടു ക്യാഷ്. അതേപോലെ നമ്മൾ വാങ്ങുന്നത് മെഷീനറി ആണ്, അതിന്റെ ക്യാഷ് കൊടുക്കുന്നത് 10 വർഷം കൊണ്ടോ ചിലപ്പോൾ 3 വർഷം കൊണ്ടോ 5 വർഷം കൊണ്ടൊക്കെ ആയിരിക്കും. ആ 5 വർഷം ആകുമ്പോഴേക്ക് ആ മെഷീനറിക്ക് ഡിപ്രീഷിയേഷൻ എഴുതി തള്ളണം. അതിന് ഡിപ്രീഷിയേഷൻ ഇത്ര ശതമാനം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. ആ ഡിപ്രീഷിയേഷൻ ഒരു എക്സ്പെൻസ് ആണ്, അത് നമ്മൾ എഴുതി തള്ളണം. ആ ഡിപ്രീഷിയേഷൻ എങ്ങനെ എഴുതി തള്ളണം എന്ന് വെച്ചാൽ എൻട്രി വരുന്നത് എങ്ങനെ ആയിരിക്കും? ക്യാഷിന് ആലോചിക്കണം. ഡിപ്രീഷിയേഷൻ അക്കൗണ്ട് അറ്റർ അസറ്റ്. അതെങ്ങനെ വരിക? ഡിപ്രീഷിയേഷൻ അക്കൗണ്ട് അറ്റർ ടു അസറ്റ്. അത് നമ്മളിപ്പോ തൽക്കാലം അസറ്റ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യാണ്. നമ്മൾ ഇപ്പൊ തന്നെ അതൊന്നും ചെയ്യുന്നില്ല, അതിന് വേറൊരു ട്രാൻസാക്ഷൻ കൂടി ഉണ്ട്, ഞാൻ പറയാം. ഡിപ്രീഷിയേഷൻ അക്കൗണ്ട് അറ്റർ ടു അസറ്റ്. അസറ്റിൽ അത് ക്രെഡിറ്റ് ചെയ്ത് വെക്കും, അസറ്റ് അക്കൗണ്ടിൽ. പിന്നീട് നമ്മൾ എന്ത് ചെയ്യും? ആ ഡിപ്രീഷിയേഷന്റെ എമൗണ്ട് നമ്മുടെ ലാഭനഷ്ട കണക്ക് അക്കൗണ്ട് ഉണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, അവിടേക്ക് മാറ്റുകയും ചെയ്യും. അങ്ങനെ മാറ്റുമ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അറ്റർ ടു നമ്മൾ നേരത്തെ കൊടുത്ത ഒരു ഇൻട്രസ്റ്റ് ഉണ്ട്, അതും ഡിപ്രീഷിയേഷനും ചെലവാണ്. അതിനെ രണ്ടിനെയും നമ്മൾ ക്രെഡിറ്റ് ചെയ്യും, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് മാറ്റും. ട്രാൻസ്ഫർ ഓഫ് ഇൻട്രസ്റ്റ് ആൻഡ് ഡിപ്രീഷിയേഷൻ, ഇത് എന്തിനാണ്? ഇത് രണ്ടും നമുക്കുള്ള ചെലവാണ്. ഈ രണ്ട് ചെലവ് നമ്മളെ പ്രോഫിറ്റ് ലോസിനെ ബാധിക്കുന്ന കാര്യമാണ്. അതിനവിടെ നമ്മൾ ഇത് കാണിക്കണം. ഡിപ്രീഷിയേഷൻ കൊടുത്തത്, ഇൻട്രസ്റ്റ് കൊടുത്തതൊക്കെ നമ്മുടെ ലാഭത്തിൽ നിന്ന് കുറച്ച് കാണിക്കണം. അതിന് നമ്മൾ അവിടെ ഇടും. എൻട്രി അങ്ങോട്ട് ബൈഹാർട്ടാക്കിയാൽ മതി. ഇങ്ങനെ ഒരു ട്രാൻസ്ഫറിങ് എൻട്രി ഉണ്ട്. ഇത്രയാണ് എൻട്രി വരുന്നത്. അപ്പോൾ ഇത്രയായാൽ ഒരു ടേൺ തീരും. അതായത് ആദ്യത്തെ ഇൻസ്റ്റാൾമെന്റ് കൊടുക്കുന്ന പരിപാടി വരെ എത്തും. പിന്നെ അടുത്ത മാസവും ഇതേ പണി തന്നെയാണ് നമ്മൾ റിപ്പീറ്റ് ചെയ്യാം. അതായത് ഇനി എന്ത് ചെയ്യും? ഇപ്പൊ ആദ്യത്തെ അടവടച്ചു, ഡൗൺ പേയ്മെന്റ് കൊടുത്തു, ഇൻസ്റ്റാൾമെന്റ് കൊടുത്തു, അതിന്റെ പലിശ എഴുതി തള്ളി, ഡിപ്രീഷിയേഷൻ എഴുതി തള്ളി, കഴിഞ്ഞു. ഇനി വീണ്ടും നമ്മൾ നേരത്തെ ചെയ്ത അതേ അടവ് ഒന്നുകൂടെ കൊടുക്കണം. അപ്പോ ആ ഇൻസ്റ്റാൾമെന്റ്, അടുത്ത ഇൻസ്റ്റാൾമെന്റ് ഡ്യൂ ആകുന്നു, അടുത്ത ഇൻസ്റ്റാൾമെന്റ് കൊടുക്കുന്നു, അതിന്റെ കൂടെയുള്ള പലിശ കൊടുക്കുന്നു, അതിന്റെ കൂടെയുള്ള ഡിപ്രീഷിയേഷൻ എഴുതി തള്ളുന്നു, വീണ്ടും റിപ്പീറ്റ് ചെയ്യും. അങ്ങനെ ആദ്യത്തെ എൻട്രി അല്ലാത്ത ബാക്കി എല്ലാ എൻട്രിയും എന്തായി വരും? റിപ്പീറ്റ് ചെയ്ത് വരും. ആദ്യത്തെ 3 എൻട്രി വരില്ല. അതെന്തുകൊണ്ടാ? ആദ്യത്തെ എൻട്രി എന്തായിരുന്നു? ഒന്ന് ഡൗൺ പേയ്മെന്റ് നമ്മൾ എപ്പോഴും കൊടുക്കോ? ആദ്യത്തെ എൻട്രി അസറ്റ് വാങ്ങലാണ്, അത് എപ്പോഴും വാങ്ങൂല, അത് കഴിഞ്ഞു. രണ്ടാമത്തെ എൻട്രിയോ ഡൗൺ പേയ്മെന്റ് കൊടുക്കലാണ്, അത് ഇനി ഉണ്ടോ? ഒറ്റ ഡൗൺ പേയ്മെന്റ് ഉള്ളൂ, അതില്ല. അപ്പോൾ ബാക്കി ഇൻട്രസ്റ്റ് ഡ്യൂ ആവുന്നത് മുതലുള്ള എൻട്രി വീണ്ടും സെയിം ആയിട്ട് റിപ്പീറ്റ് ചെയ്ത് വരും. ഇത്രയും കാര്യങ്ങളാണ് ജേണൽ എൻട്രി ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ജേണൽ എൻട്രിയിൽ അത്തരം കാര്യങ്ങൾ നോക്കുക. 3 മുതൽ 6 വരെയുള്ള എൻട്രികൾ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വരും. ഇനി നമുക്ക് അതുമായി ബന്ധപ്പെട്ട ഒരു പ്രോബ്ലം തന്നെ ചെയ്യാം. അത് അതിന്റെ മുന്നേ നമുക്ക് ഡൗൺ പേയ്മെന്റ് എന്ന് പറയുന്നത് നമ്മള് പിന്നെ ഫസ്റ്റ് കൊടുക്കുന്ന എമൗണ്ടിനല്ലേ? അതായത് ഒരു മെഷീനറി, ഇപ്പൊ നിങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് ഒരു ഫ്രിഡ്ജ് വാങ്ങുകയാണ് വിചാരിക്കുക. ആ ഫ്രിഡ്ജ് വാങ്ങുമ്പോൾ അതിന്റെ വില 25,000 രൂപയാണ്. ആ 25,000 രൂപ കൊടുത്താല് അത് നിങ്ങൾ ഇതേപോലെ നമ്മൾ സാധാരണ അടവിന് വാങ്ങുക എന്നൊക്കെ പറയും. അത് ഇൻസ്റ്റാൾമെന്റ് ആണ്, അല്ലെങ്കിൽ ഹയർ പർച്ചേസ് ആണ്. ആ ഇൻസ്റ്റാൾമെന്റിന് വാങ്ങുമ്പോൾ ആദ്യം അവർ പറയും നിങ്ങൾ ഫസ്റ്റ് ഒരു 10,000 രൂപയെങ്കിലും അടക്കൂ, അല്ലെങ്കിൽ ഒരു 8 രൂപയെങ്കിലും അടക്കൂ എന്ന് പറയും. അതാണ് ഡൗൺ പേയ്മെന്റ്. ബാക്കി ക്യാഷ് ഓരോ മാസവും നിങ്ങൾ അടച്ചാൽ മതി, അത് നിങ്ങൾ ഒരു 2,000 വെച്ചിട്ട് അടച്ചാൽ മതി എന്ന് പറയും. അതാണ് ഇൻസ്റ്റാൾമെന്റ്. പിന്നെ സാർ ഇതിന്റെ ഇടയിൽ പറഞ്ഞില്ലേ ക്യാഷ് പിന്നെ പോകുമ്പോഴും വരുമ്പോഴുള്ള എൻട്രി ഒന്ന് ശ്രദ്ധിച്ചാൽ ഒന്നും കൂടി പറയോ, ഒന്ന് നോട്ട് ചെയ്ത് വെക്കാനാ? ക്യാഷ് നമ്മൾ ഒരു ബിസിനസ്സിലെ അക്കൗണ്ടന്റ് എന്ന നിലക്ക് നമ്മൾ ഈ പ്രോബ്ലം ചെയ്യുമ്പോൾ നമ്മൾ എന്താവണം? അക്കൗണ്ടന്റ് ആവണം. അപ്പോൾ നിങ്ങളടുത്തേക്ക് ക്യാഷ് അങ്ങോട്ട് വരികയാണ്,
നമ്മൾ രണ്ടാളും അക്കൗണ്ടന്റ് ആണ്. നമ്മളടുത്ത് ക്യാഷ് ഇങ്ങോട്ട് വരുമ്പോ ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ എന്ന് പറഞ്ഞ് എഴുതാം. മനസ്സിലായോ? നമ്മളടുത്ത് ക്യാഷ് പുറത്തേക്കാണ് പോകുന്നത് എങ്കിൽ ടു ക്യാഷ് എന്ന് പറഞ്ഞിട്ടാണ് എഴുതേണ്ടത്. ബാക്കി രണ്ടും ബാക്കി അതിന്റെ ഒരു ഹാഫ് പോർഷൻ ഉണ്ട്. അതായത് ടു ക്യാഷ് എഴുതുമ്പോൾ മുകളിൽ എന്ത് എഴുതും? അത് നമ്മളെ ഐഡിയക്ക് അനുസരിച്ച് എഴുതാം. നമുക്ക് ആ എൻട്രി നോക്കിയാൽ ട്രാൻസാക്ഷൻ നോക്കിയാൽ അറിയാം. ഫോർ എക്സാമ്പിൾ ഞാൻ ഒരു കാര്യം കൂടെ പറയാം. ഇപ്പോൾ നിങ്ങളൊരു ബിസിനസ് നടത്തുന്നു, ഫാത്തിമ നസീർ ഒരു ബിസിനസ് നടത്തുന്നു. അവിടേക്ക് ഞാനൊരു സാധനം വാങ്ങി, നിന്റെ അടുത്തുനിന്ന് ഞാനൊരു സാധനം വാങ്ങി, നീ വിൽക്കുന്ന ഒരു സാധനം, ഒരു പ്രോഡക്റ്റ് വാങ്ങി. എന്താവും? ക്യാഷിനെ കുറിച്ച് ആലോചിക്കണം. ക്യാഷ് വന്നോ പോയോ? സെറ്റ് അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാഷ് എന്നാ വരിക. നിനക്ക് എന്താണ് കിട്ടിയത്? ഞാനൊരു സാധനം വാങ്ങിയാൽ നിനക്ക് എന്ത് കിട്ടും? അല്ല, ക്യാഷ് വന്നാൽ ക്യാഷ് എഴുതണം ആദ്യം. നമ്മുടെ കയ്യിൽ നിന്ന് പോവുമ്പോ ക്യാഷ് മാത്രം ചിന്തിക്കുക. ക്യാഷ് വന്നോ പോയോ? ഞാനൊരു സാധനം വാങ്ങിയ ചെയ്തത്. അപ്പൊ ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ. ഇനി എങ്ങനെ ക്യാഷ് വന്നു എന്ന് ആലോചിച്ചാൽ മതി. എങ്ങനെ വന്നു? അത് സാധനം കൊടുക്കുന്ന കാരണം അതിന്റെ പേരാണ് സെയിൽസ്. അപ്പൊ സെയിൽസ് എന്നാണ് എഴുതണ്ടല്ലേ? അതെ, ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു സെയിൽസ്. ഓക്കെ, ഇനി ഞാൻ ചോദിക്കട്ടെ, ഞാന് എന്താ പറയാ, നിനക്ക് കുറച്ച് ക്യാഷ് ഞാൻ തന്നു, എന്തെഴുതും? കടം തന്നു, എന്തെഴുതും? ക്യാഷ് വന്നു പോയോ? നമുക്ക് വന്നിക്കാണല്ലോ. അപ്പോ എന്തെഴുതും? ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ. ക്യാഷ് വന്ന ഉടനെ ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ. ക്യാഷ് പോയാൽ അപ്പോ ടു ക്യാഷ്. എങ്ങനെ കിട്ടി? കട ആയിട്ട് ഞാൻ തന്നു, അപ്പൊ എന്റെ പേര് അവിടെ എഴുതി വെക്കണം. കട ആവുമ്പോ എന്റെ പേര് എഴുതണം. ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു ജാഫർ എന്ന് എഴുതിയ ഒരു എൻട്രി ആയി. ഇനി നിങ്ങൾ പുറത്തുനിന്ന് കുറച്ച് സ്റ്റേഷനറി വാങ്ങിച്ചു, എങ്ങനെ എൻട്രി വരും? ക്യാഷ് ആണ് ചിന്തിക്കേണ്ടത്. ക്യാഷ് വന്നോ പോയോ? വന്നാല് മേലെ എഴുതണം, പോയാല് താഴെ. സ്റ്റേഷനറി അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ്. അപ്പോ എപ്പോഴും ക്യാഷിനെ കുറിച്ച് ചിന്തിച്ചാൽ മതി. ടു ആണോ ബൈ ആണോ ക്യാഷ് വരുന്നത്, അല്ലെങ്കിൽ ഒന്നുകൂടി സിമ്പിളായി പറയാം, മുകളിലാണോ താഴെയാണോ ക്യാഷ് വരുന്നത്, അത് ചിന്തിച്ചാൽ മതി. അത് ചിന്തിച്ചിട്ട് ആ ക്യാഷ് എങ്ങനെ വന്നു, എന്തിനു പോയി എന്നത് ചിന്തിച്ചാൽ അതിന്റെ എൻട്രി കിട്ടും. അപ്പൊ അത്രയെങ്കിലും നിങ്ങളൊന്ന് ചിന്തിക്കുക. ബാക്കി നമ്മൾ ചെയ്യുമ്പോൾ മനസ്സിലാവും. അതിന്റെ കൂടെ ഞാൻ ഇപ്പൊ ജേണൽ എൻട്രിയെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ജേണൽ എൻട്രി ബാലൻസ് ഷീറ്റിന്റെ ഒരു ഫോർമാറ്റ് കൂടെ അവിടെ നിങ്ങളെ പരിചയപ്പെടുത്തുന്നുണ്ട്. അതായത് ഹയർ പർച്ചേസിന്റെ അതുമായി ബന്ധപ്പെട്ട ട്രാൻസാക്ഷൻ മാത്രം ഉൾപ്പെടുന്ന ബാലൻസ് ഷീറ്റാണ് ഈ കാണിക്കുന്നത്. അത് നമുക്ക് വർക്കൗട്ട് ചെയ്യുമ്പോൾ മനസ്സിലാവും. ദെൻ ഇനി ഒരു ക്വസ്റ്റ്യൻ എഴുതിയിട്ട് പോവാം. ക്വസ്റ്റ്യൻ ഇതാണ്. നിങ്ങളിപ്പോൾ എഴുതാനൊന്നും നിൽക്കണ്ട, ഞാനിങ്ങനെ സ്പീഡിൽ പറഞ്ഞു പോകും. നന്നായിട്ട് ക്വസ്റ്റ്യൻ വായിക്കലാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. സോ ഞാനിന്ന് ഡീറ്റെയിൽ ആയിട്ട് വായിക്കാം. ഓൺ 1st April 2017, ദേവ് ആൻഡ് കമ്പനി പർച്ചേസ്ഡ് മെഷീൻ ഫ്രം അദാനി എന്റർപ്രൈസസ്. നമ്മൾ നേരത്തെ പറഞ്ഞു, ആരെടുത്താണ് വാങ്ങുന്നത്, ആരാണ് വാങ്ങുന്നത്, ഇത് രണ്ടും നമ്മൾ നോട്ട് ചെയ്യണം. എന്നിട്ടാണ് നമുക്ക് എൻട്രി ചെയ്താൻ പറ്റുള്ളൂ. അപ്പോ ഇവിടെ ഹയർ പർച്ചേസർ ആരാണ്? അദാനി എന്റർപ്രൈസസ്. അത് സെല്ലറാണ്. ദേവ് ആൻഡ് കമ്പനി. ദേവ് ആണ് വാങ്ങുന്നത്, ദേവ് ആൻഡ് കമ്പനിയാണ് വാങ്ങുന്നത്. അപ്പൊ നമ്മൾ വാങ്ങുന്ന ആളുടെ അക്കൗണ്ട്സിലാണ് ഇപ്പൊ എഴുതാൻ പോകുന്നത് കേട്ടോ. അപ്പം ഇവിടെ ഹയർ പർച്ചേസർ ആരാണ്? ദേവ് ആൻഡ് കമ്പനിയാണ്. ഹയർ സെല്ലർ അല്ലെങ്കിൽ ഹയർ വെക്ടർ ആരാണ്? അദാനി എന്റർപ്രൈസ് ആണ്. ഇനി ഒരു കാര്യം കൂടെ നോക്കൂ, ക്യാഷ് പ്രൈസ് ഓഫ് ദ മെഷീൻ, അത് നമ്മൾ നോട്ട് ചെയ്യണം. മെഷീന്റെ ക്യാഷ് പ്രൈസ് എത്രയാണ്? 25,000 രൂപ. 25,000 രൂപയുടെ ഒരു അസറ്റ് ആണ് വാങ്ങുന്നത്, അത് നമുക്ക് മനസ്സിലായി. ദെൻ ഇനി അതിന്റെ അടവും കാര്യങ്ങളും എങ്ങനെ? ദ പേയ്മെന്റ് വാസ് ടു ബി മെയ്ഡ് 5,000 ഓൺ ദി ഡേറ്റ് ഓഫ് ദ കോൺട്രാക്ട് എന്ന് പറഞ്ഞാൽ എന്താണ്?
കോൺട്രാക്ട് എഴുതുന്ന അന്ന് 5000 കൊടുക്കണം എന്ന് പറഞ്ഞാൽ അത് എന്തായിരിക്കും? അത് ഡൗൺ പേയ്മെന്റ്. അതെ, അതാണ് ഡൗൺ പേയ്മെന്റ്. എന്നിട്ട് ബാക്കി പറയണു, ഇത് ചെറിയ എമൗണ്ട് ആയതുകൊണ്ട് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാം. 25,000 രൂപയാണ് ആ മെഷീന്റെ വില. അതിന്റെ 5000 നമ്മൾ എഗ്രിമെന്റ് എഴുതുന്ന അന്ന് കൊടുക്കണം, അതായത് ഡൗൺ പേയ്മെന്റ് ആയിട്ട് കൊടുക്കണം. ഇനി ബാക്കി എത്ര ഉണ്ടാവുള്ളൂ? 20,000 ഉണ്ടാവുള്ളൂ. അത് 4 അടവാക്കിയിട്ട് കൊടുക്കണം. എത്ര? 5000ത്തിന്റെ. അപ്പോ 4 അടവായി, ഒരു ഡൗൺ പേയ്മെന്റ് ആയി. 5 × 4 20, 25 റുപ്യ കണക്കായി. ഇനി ബാക്കി കാര്യം ശ്രദ്ധിച്ചു നോക്കൂ. പ്ലസ് ഇൻട്രസ്റ്റ് അറ്റ് 5%, 5% പലിശയും കൊടുക്കണം. കൊല്ലത്തിലാണ് അടവ് വരുന്നത് കേട്ടോ. ആ പലിശ കൊടുക്കേണ്ടതും അടവ് അടക്കേണ്ടതും എപ്പോഴാണ്? അതും നമ്മൾ നോട്ട് ചെയ്യണം. 31 ഡിസംബർ എല്ലാ വർഷവും. ഡിസംബർ 31 നമ്മൾ പൈസ അടക്കണം. എല്ലാ വർഷത്തിലും ഡിസംബർ 31 പൈസ അടക്കണം. അപ്പൊ ഒരു കാര്യം ശ്രദ്ധിക്കണം, സ്റ്റാർട്ടിംഗ് ഡേറ്റ് എന്നാ? ഏപ്രിൽ 1. ഏപ്രിൽ 1 എഗ്രിമെന്റ് എഴുതുന്നത്. പർച്ചേസ്ഡ് 2017 അന്ന് എഗ്രിമെന്റ് എഴുതി. അന്ന് നമ്മൾ ഡൗൺ പേയ്മെന്റ് 5000 കൊടുത്തു. ബാക്കി 20,000 4 അടവായിട്ടും കൊടുക്കണം. ആ 5000 മാത്രം കൊടുത്താൽ പോരാ, 5% പലിശ കൊടുക്കണം. അത് കൊടുക്കേണ്ട ഡേറ്റ് 31 എല്ലാ വർഷവും 31 5000 കൊടുക്കണം, പലിശയും കൊടുക്കണം. അപ്പോൾ ഓരോ ഇൻസ്റ്റാൾമെന്റും ഈ ഡേറ്റിലാണ് കൊടുക്കേണ്ടത്. അതോടൊപ്പം തന്നെ ഡിപ്രീഷിയേഷൻ 10% ആണ് എന്ന് പറയുന്നു. ഡിപ്രീഷിയേഷൻ 10% ആണ്. അത് അസറ്റിന്റെ വില എത്രയാണോ അതിന്റെ 10% ഡിപ്രീഷിയേഷൻ. ഇനി അതിന്റെ ജേണൽ എൻട്രി കാണാനാണ്. അപ്പൊ എങ്ങനെയാണ് നമ്മൾ ജേണൽ എൻട്രി കാണുക? അതിന് നമ്മൾ ജേണൽ എൻട്രി കുറെ എണ്ണം പഠിച്ചു വെച്ചിട്ടുണ്ട് നേരത്തെ. ഓരോ ട്രാൻസാക്ഷൻ എങ്ങനെയാണ് ജേണൽ എൻട്രി എന്നുള്ളത്. അതിന് മുമ്പ് ഇത്രയും കാര്യങ്ങൾ നമ്മൾ നോട്ട് ചെയ്ത് വെക്കണം. ഹയർ പർച്ചേസർ ആരായിരുന്നു? ദേവ് ആൻഡ് കമ്പനി. വെൻഡർ, ആ സാധനം കൊടുക്കുന്ന ആള് അദാനി എന്റർപ്രൈസ്. എഗ്രിമെന്റ് സ്റ്റാർട്ട് ചെയ്ത ഡേറ്റ് 2011, സോറി ഏപ്രിൽ 1, 2017 കേട്ടോ, തെറ്റിപ്പോയതാണ്. ഡേറ്റ് ഫസ്റ്റ് ഇൻസ്റ്റാൾമെന്റ് കൊടുക്കുന്നത്, അതായത് ഡൗൺ പേയ്മെന്റ് കൊടുക്കുന്ന ഡേറ്റ് എത്രയാണ്? ഡൗൺ പേയ്മെന്റ് ഇവിടെ തന്നെ കൊടുക്കുന്നുണ്ട്. ബാക്കി ഇൻസ്റ്റാൾമെന്റ് എന്തൊക്കെ വരും? ഡിസംബർ 31, 2017 ഒരു അടവടക്കണം, 2018 ഒരു അടവടക്കണം, 19 20 അത് 4 അടവ്. 1, 2, 3, 4. ക്ലോസിംഗ് വരുന്നത് എപ്പോഴായിരിക്കും? 2020 നമ്മൾ ഡിസംബറിൽ നമ്മളിത് ക്ലോസ് ചെയ്യും അക്കൗണ്ട്. ക്യാഷ് പ്രൈസ് 25,000 ആയിരുന്നു. ഇൻട്രസ്റ്റ് 5% എന്ന് പറഞ്ഞിട്ടുണ്ട്. ഡിപ്രീഷിയേഷൻ 10% എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത്രയും ഡാറ്റ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് പ്രോബ്ലം ചെയ്യാം. നമുക്ക് ജേണൽ എൻട്രിയിലേക്ക് പോവാം. എങ്ങനെയാണ് ജേണൽ എൻട്രി ചെയ്താൽ? 2017 ഏപ്രിൽ 1 സ്റ്റാർട്ട് ചെയ്യുന്നു. എന്താണ് എൻട്രി? സാധനം വാങ്ങി, മെഷീനറി വന്നു. അപ്പോൾ ഡെബിറ്റ് വാട്ട് കംസ് ഇൻ മെഷീനറി അക്കൗണ്ട് അറ്റർ ടു അദാനി എന്റർപ്രൈസസ്. ക്യാഷ് നമ്മൾ കൊടുത്തെങ്കിൽ ടു ക്യാഷ് എഴുതാമായിരുന്നു. ഇവിടെ നമ്മൾ ക്യാഷ് കൊടുക്കണ്ടോ? ഇല്ല. അതുകൊണ്ട് അദാനി എന്റർപ്രൈസ്. ഫിഗർ 25,000 തന്നെ കാണിക്കണം. ഇതിനാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഫുൾ ക്യാഷ് പ്രൈസ് മെത്തേഡ് എന്ന് പറയുന്നത്. അസറ്റ് വാങ്ങുന്ന വില എത്രയാണോ ആ വില തന്നെ നമ്മൾ ഇവിടെ എഴുതി വെക്കണം. അപ്പോൾ ആദ്യത്തെ എൻട്രി ഇങ്ങനെയാണ്: മെഷീനറി അക്കൗണ്ട് അറ്റർ ടു അദാനി എന്റർപ്രൈസ്. ദെൻ സെക്കൻഡ്, അതിന്റെ നരേഷൻ കൊടുക്കുക. മെഷീനറി ഹയർ പർച്ചേസിൽ വാങ്ങി, ക്യാഷ് കൊടുത്തിട്ടില്ല. 25,000 അയാളെ പേര് കടം പോലെ നമ്മളിവിടെ എഴുതി വെച്ചു. രണ്ടാമത്തെ എൻട്രി വരുന്നത് ഡൗൺ പേയ്മെന്റ് കൊടുക്കുന്നതാണ്. ഡൗൺ പേയ്മെന്റ് കൊടുക്കുമ്പോൾ എൻട്രി എങ്ങനെ ആയിരിക്കും? ക്യാഷിന്റെ അവസ്ഥ എന്തായിരിക്കും? ബൈ ആവോ ടു ആവോ? ക്യാഷ് എന്തായാലും 2 ആണ് വരിക. ക്യാഷ് പോണ്ട്, അതുകൊണ്ട് 2 എഴുതും. ടു ക്യാഷ്. അപ്പൊ മുകളിൽ നമ്മൾ എന്ത് എഴുതും? ആർക്കാണോ പോണത് അത് എഴുതിയാൽ മതി. അദാനി എന്റർപ്രൈസസ് അക്കൗണ്ട് അറ്റർ ടു ക്യാഷ്. എൻട്രി ഡൗൺ പേയ്മെന്റ് കൊടുത്തു, ക്യാഷ് പോയി, ഒരു എൻട്രി ആയി. രണ്ടാമത്തെ എൻട്രി ഫിനിഷ് ആയി. പിന്നെ നമ്മൾ എഴുതേണ്ടത് അടുത്ത സ്റ്റെപ്പ് വരുന്നത് ഇൻട്രസ്റ്റ് ഡ്യൂ ആവലാണ്. ഇൻട്രസ്റ്റ് ഡ്യൂ ആവുമ്പോഴുള്ള എൻട്രി ഇൻട്രസ്റ്റ് അക്കൗണ്ട് അറ്റർ കൊടുത്തിട്ടില്ല, അദാനി എന്റർപ്രൈസിലേക്ക് ഇൻട്രസ്റ്റ് ഡ്യൂ ആയി. 750 രൂപ ഇൻട്രസ്റ്റ് വന്നു. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ 750 രൂപ എങ്ങനെ കിട്ടി എന്നുള്ളതാണ്. ഇൻട്രസ്റ്റ് നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും?
എത്ര ശതമാനമായിരുന്നു ഇൻട്രസ്റ്റ്? ഇൻട്രസ്റ്റിന്റെ കാര്യം അവിടെ പറഞ്ഞിട്ടുണ്ട്. 5%. അതെ, 5% എന്ന് പറയുമ്പോൾ ഏതിന്റെ 5% നമ്മൾ എടുക്കും? 25,000 ആണ് മെഷീനറി അല്ലേ? 20,000 ആണോ സർ? അവിടെയാണ് നമ്മൾ 5 ഡൗൺ പേയ്മെന്റ് കൊടുത്തിട്ട് ഫസ്റ്റ് ഡൗൺ പേയ്മെന്റ് നമ്മൾ ബാക്കിയുള്ളതിന്റെ പലിശ കൊടുത്താൽ മതി. അതായത് ഡൗൺ പേയ്മെന്റ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ കയ്യിൽ കാൽക്കുലേറ്റർ ഉണ്ടെങ്കിൽ ഒന്ന് കൂട്ടി നോക്കണം. 25,000 അല്ല, 20,000ന്റെ 5% എത്രയാണ് വരുന്നത്? 750 ആണോ? ഇരുപതിനായിരത്തിന്റെ 5% എത്ര വരും? ഇല്ല, അത് 750 അല്ല വരുന്നത്, 1000. എത്ര വരുന്നുണ്ട്? 1000 അല്ലെ? 1000. പിന്നെ എങ്ങനെ ഇവിടെ 750 വന്നു എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അവിടെയാണ് നമ്മൾ ഇത് ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ സാധനമാണ്, ഞാൻ അതിന്റെ ഒരു കാൽക്കുലേഷൻ ഇവിടെ കാണിക്കാം. ഇൻട്രസ്റ്റ് കാൽക്കുലേഷൻ. അത് നമ്മള് ഡൗൺ പേയ്മെന്റ് കൊടുത്തിട്ട് അടുത്ത വർഷം 5000 കൊടുക്കില്ലേ? അപ്പൊ അതും കുറച്ച് ലെസ് ചെയ്തിട്ടുള്ള എമൗണ്ട് ആവും ഇൻട്രസ്റ്റ്. അപ്പൊ 750 കിട്ടുന്നുണ്ട് അല്ലേ? അങ്ങനെയല്ല അത് വരുന്നത്. അത് അടുത്ത വർഷത്തത് 750 കിട്ടും. അതല്ല അതിന്റെ ഇവിടുത്തെ കാൽക്കുലേഷൻ. ഇവിടെ നമ്മൾ ഇത് നോക്കൂ, എഗ്രിമെന്റ് നമ്മൾ 20,000ന്റെ 5% തന്നെയാണ്, 1000 തന്നെയാണ് ഇവിടുത്തെ പലിശ. പക്ഷേ ആ 1000 നമ്മള് 12 മാസത്തെ പലിശ അല്ല. നമ്മൾ എഗ്രിമെന്റ് സ്റ്റാർട്ട് ചെയ്ത ഡേറ്റ് എന്നാ? ഏപ്രിൽ 1 അല്ലേ? ഏപ്രിൽ 1. ഏപ്രിൽ മുതൽ ഡിസംബർ വരെ എത്ര മാസമുണ്ട്? 9 മാസമുള്ളൂ. മനസ്സിലായോ? ഈ ഒരു കാൽക്കുലേഷൻ എഴുതി വെക്കുന്നത് നല്ലതാണ്. ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ട്, എന്നാലും നമ്മൾ മാനുവൽ ആയിട്ട് ഇങ്ങനെ ഒന്ന് ചെയ്യണമെന്നല്ല. ഇൻട്രസ്റ്റ് കാൽക്കുലേഷൻ എത്ര ശതമാനം നമ്മൾ ഡൗൺ പേയ്മെന്റ് കൊടുത്തു, ഇനി അതിന് പലിശ കൊടുക്കണ്ട. 20,000ന്റെ 5/100 5%, അത് 1000 ആണ്. ആ 1000നെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അതാണ് ഒരു മാസത്തെ പലിശ. അത് 83.3333 നീണ്ടു പോകും. ആ 83 കാൽക്കുലേറ്റർ ഉണ്ടെങ്കിൽ നോക്കൂ, 1000നെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്ര കിട്ടും? നോക്കിണ്ടോ? ഡൗട്ടായോ? സാറില്ല, ഞാൻ പറഞ്ഞുതരാം, കാര്യം പറഞ്ഞുതരാം. ഇവിടുത്തെ പലിശ എന്ന് പറയുന്നത് 5% തന്നെയാണ്. 20,000ന്റെ 5% 1000 ആണ്. പക്ഷെ ഈ 1000 ഒരു വർഷത്തെ പലിശയാണ്. ഇതിനെ നമ്മൾ ഒരു മാസത്തെ പലിശ എടുക്കണം, അല്ലെങ്കിൽ ഇതിനെ 9 മാസത്തെ പലിശ ആക്കിയിട്ട് ചുരുക്കണം. അതിനെന്ത് ചെയ്യാം? ഈ 1000നെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഒരു വർഷത്തിൽ 12 മാസം ഉണ്ട്. അപ്പോൾ ഒരു മാസത്തെ പലിശ എന്ന് പറയുന്നത് 83.33 വരും. ആ 83.3 ഇൻറ്റു 9 എടുത്താൽ 750 കിട്ടും. മനസ്സിലായോ സർ? അപ്പൊ ഇങ്ങനെ എഴുതിയാൽ മതി അല്ലേ സർ? അപ്പൊ നമ്മള് 20,000 ഇൻറ്റു 5/100 ഇൻറ്റു 9/12 അങ്ങനെ ചെയ്താൽ ശരിയാവോ? 9/12 അങ്ങനെ കണക്ക് ശരിയാകുമെന്ന് അറിയില്ല. അതിന് ഒരു മാസത്തെ ഇതെടുത്താൽ മതി പലിശ. എന്നിട്ട് അതിന് എത്ര മാസമാണോ ഫസ്റ്റ് ഉള്ളത് അത് 9 മാസത്തെ പലിശ കൊടുക്കേണ്ടുള്ളൂ. കാരണം നമ്മൾ 12 മാസത്തെ പലിശ കൊടുക്കേണ്ട ആവശ്യമില്ല. പലിശയൊക്കെ നമ്മൾ ശരിക്കും ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണം. നമ്മൾ ബാങ്കിലൊക്കെ ചിലപ്പോൾ ലോണൊക്കെ എടുക്കുമ്പോൾ പലിശയൊക്കെ നമ്മൾ അറിയാണ്ടൊക്കെ കൂടുതൽ കൊടുക്കും. സ്റ്റാർട്ട് ചെയ്ത മാസം നമ്മളെ പറ്റിക്കും. അപ്പം ഇദ്ദേഹത്തിന് ഈ ഒരു കാൽക്കുലേഷനൊക്കെ അറിയുന്നത് നല്ലതാ. ഒരു മാസത്തെ പലിശ എത്രയാണോ അത് എത്ര മാസമായി? 9 മാസം ഉണ്ട്. അത് ഇങ്ങനെ 750 വരാനുള്ള കാരണം, ശരിക്കും വരേണ്ടത് 1000 തന്നെയാണ്. അത് 750 ആവാനുള്ള കാരണം 9 12 ഇത് എത്ര മാസം കുറവുണ്ട് ഒരു വർഷത്തിലേക്ക്? 12 ആകുമ്പോൾ 3 മാസം. 3 മാസം കുറവുണ്ട്. ആ 3 മാസത്തെ പലിശ ഇതിന്ന് കുറച്ചിട്ടാണ് 750 കിട്ടുന്നത്.
അല്ലെ? 250 രൂപ കുറയാണ്. ദാറ്റ് മീൻസ് ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലായോ? ഇല്ല സാർ. അതായത് 20,000-ന്റെ 5% പലിശ കൊടുക്കണം. അത് 1000 ആണ്. ആ 1000 എന്ന് പറയുന്നത് പലിശന്റെ കാൽക്കുലേഷൻ 1 വർഷത്തെ കാൽക്കുലേഷൻ ആണ്. ആ 1000 കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ 9 മാസം ആകുന്നുള്ളൂ. അതായത് ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ആഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ. ഒന്ന് എണ്ണി നോക്കൂ. 9 മാസം ഉള്ളൂ ഡിസംബർ വരെ. ഡിസംബറിലാണ് നമ്മൾ പലിശ കൊടുക്കുന്നത്. ഡിസംബറിലാണ് പലിശ കൊടുക്കുന്നത്. ഏപ്രിലിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. കഴിഞ്ഞ ഡിസംബറിലല്ല നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്, ഏപ്രിലാണ് സ്റ്റാർട്ട് ചെയ്തത്. ഏപ്രിൽ മുതൽ ഡിസംബർ വരെ 9 മാസം ഉള്ളൂ. അപ്പോൾ 1000 ആണ് പലിശ എങ്കിൽ ആ 1000-നെ 1 മാസത്തെ പലിശ എത്രയായിരിക്കും? 83.333 ആണ് വരിക 1 മാസത്തെ പലിശ. അതിന് 9 മാസത്തെ മാത്രം കൂട്ടി കൊടുത്താൽ മതി. അതാണ് 83.333 ഇൻറ്റു 9 750. ഓക്കെ, അപ്പൊ 20,000 തന്നെ ആണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക പലിശ. അപ്പോ 750 ആണ് ഇവിടുത്തെ പലിശ വരുന്നത്. ഓക്കെ, മാനുവലായിട്ട് ചെയ്താൽ കുറച്ചും കൂടെ മനസ്സിലാവും. ഓക്കെ, അപ്പോ നമ്മൾ ഇൻട്രസ്റ്റ് ഡ്യൂ ആയി എത്ര? 750 രൂപയാണ് കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇനി നമ്മൾ ഇങ്ങനെയാണ് ഫസ്റ്റ് ഇൻസ്റ്റാൾമെന്റ് കൊടുക്കുമ്പോൾ നമ്മൾ എഴുതുക. അദാനി എന്റർപ്രൈസിന് നമ്മൾ കൊടുക്കേണ്ട എമൗണ്ട് 5000 ആണ് ഇൻസ്റ്റാൾമെന്റ്. ഫസ്റ്റ് ഇൻസ്റ്റാൾമെന്റ് കൊടുക്കുമ്പോൾ 5000 മാത്രമല്ല കൊടുക്കേണ്ടത്, 5000-ന്റെ കൂടെ പലിശ കൂടെ ചേർത്തിട്ടാണ് നമ്മൾ കൊടുക്കുക. അപ്പോൾ 5750 എമൗണ്ട് ഓഫ് ഇൻസ്റ്റാൾമെന്റ് പെയ്ഡ്. അപ്പോൾ ഒരു ഇൻസ്റ്റാൾമെന്റ് എന്ന് പറയുന്നത് 5750 ആണ്. അതിൽ പലിശ കൂടി ഉണ്ട്, അതാണ് 5750 ആവണത്. പലിശ അടക്കമുള്ള എമൗണ്ട് ആണ് ഇൻസ്റ്റാൾമെന്റ്. മനസ്സിലായോ? 5000 പേയ്മെന്റ് ഇൻസ്റ്റാൾമെന്റും, അതായത് പിറ്റത്തെ വർഷത്തെ ഡിസംബറിൽ നമ്മൾ കൊടുക്കേണ്ട 5000 നമ്മൾ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്ത ഇൻട്രസ്റ്റും കൂടെ 5750 കൊടുത്തു ടു ക്യാഷ്. കണ്ടോ? ആർക്ക് പോയി? അദാനി എന്റർപ്രൈസിലേക്ക് പോയി. ഈ പറഞ്ഞത് മനസ്സിലായോ? ചെറിയ കൺഫ്യൂഷൻ ഉണ്ട് തോന്നുന്നുണ്ട് അല്ലെ? ജസ്റ്റ് ഇങ്ങനെയൊക്കെ എഴുതി 5000 + 750. ഓക്കെ, അപ്പോ ഇനി ഡിപ്രീഷിയേഷൻ ചാർജ് ചെയ്യണം. ഡിപ്രീഷിയേഷൻ നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? ഡിപ്രീഷിയേഷൻ അക്കൗണ്ട് അറ്റർ ടു മെഷീനറി. അപ്പോ നോക്കൂ, ഡിപ്രീഷിയേഷൻ എത്രയായിരിക്കും? ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് ഡിപ്രീഷിയേഷൻ എത്രയാണെന്ന്. ഒന്ന് പറഞ്ഞാൽ ഡിപ്രീഷിയേഷൻ എത്ര ശതമാനം? 10%. ഏതിന്റെ? ക്യാഷ് പ്രൈസിന്റെ. 25,000-ന്റെ 10% അല്ലേ? അപ്പൊ എത്ര വരും? 2500 അല്ലേ വരേണ്ടത്, പക്ഷെ ഇവിടെ 1875 വന്നിട്ടുള്ളൂ. അതെങ്ങനെ വന്നു? അതും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 9 മാസത്തെ അവിടെ കുറച്ച് കുറക്കാനുണ്ട്. അപ്പോൾ ജസ്റ്റ് ഞാൻ ഈ സൈഡിൽ കാൽക്കുലേഷൻ കാണിക്കുന്നുണ്ട്. അത് 25,000-ന്റെ 10% എന്ന് പറയുന്നത് 2500 ആണ്. അപ്പോൾ ഇത് നമ്മൾ 1 മാസത്തെ ഡിപ്രീഷിയേഷൻ നോക്കുമ്പോൾ എങ്ങനെ ചെയ്യും? 2500 ഡിവൈഡഡ് ബൈ 12. അതിന്റെ ആൻസർ വരുന്നത് 208.3333 അങ്ങനെ പോകും. ഇനി ഇതിനെ 9 മാസത്തെ ഡിപ്രീഷിയേഷൻ ആയിട്ട് എങ്ങനെ കാണും? 208 ഇൻറ്റു 9, 208.333 ഇൻറ്റു 9, അപ്പൊ 1875 കിട്ടും. അതാണ് ഇവിടുത്തെ 1800. ഫസ്റ്റത്തെ മാസം മാത്രമേ ഇങ്ങനൊരു ഇത് വരുള്ളൂ. അതായത് ഏപ്രിലിൽ നമ്മൾ തുടങ്ങിയത് കൊണ്ടാണ് അങ്ങനെ 9 മാസത്തെ ഒരു പ്രശ്നം വരുന്നത്. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് നമുക്ക് ഓരോ വർഷം 12 മാസം തന്നെയാണ്. അത് കറക്റ്റ് നമുക്ക് കാൽക്കുലേറ്റ് പോവുകയും ചെയ്യാം. ഓക്കെ, അപ്പോൾ 1875 ഡിപ്രീഷിയേഷൻ വന്നു. സാധാരണ വരേണ്ടത് 2500 ആണ്. പക്ഷെ 9 മാസം ആയതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ഒരു കാൽക്കുലേഷൻ കൂടെ നടത്തിയിട്ട് അത് 1875 ആക്കി. ഓക്കെ, അപ്പോൾ ആ എൻട്രി എഴുതി ഡിപ്രീഷിയേഷൻ ചാർജ്. ഇനി ലാസ്റ്റ് ഒരു പണിയുണ്ട്.
രണ്ട് എക്സ്പെൻസ് ഉണ്ട് നമുക്ക്. അതൊന്ന് ഇൻട്രസ്റ്റ് കൊടുത്തതും രണ്ടാമത് ഡിപ്രീഷിയേഷൻ വന്നതുമാണ്. ഇത് രണ്ടും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് മാറ്റണം. അത് മാറ്റാൻ വേണ്ടി നമ്മളൊരു കോമ്പൗണ്ട് എൻട്രി എഴുതും. അത് ഇങ്ങനെയാണ്: പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അറ്റർ ടു ഇൻട്രസ്റ്റ് 750 ടു ഡിപ്രീഷിയേഷൻ 1875. ഈ രണ്ടും കൂടെ കൂട്ടിയിട്ട് 2625 രൂപ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നമ്മൾ കാണിക്കണം. വരുന്ന പ്രോഫിറ്റിന് നമ്മൾ ഈ എക്സ്പെൻസ് കുറച്ചിട്ട് കാണിക്കാം. അതിനാണ് എന്തായാലും ഇവിടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി. അപ്പൊ അതിന് നരേഷൻ കൊടുക്കുന്നത് അങ്ങനെ തന്നെയാണ്. ഇൻട്രസ്റ്റും ഡിപ്രീഷിയേഷനും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. അതോടുകൂടി ഒരു സെറ്റ് കഴിഞ്ഞു, നമ്മുടെ ഒരു ട്രാൻസാക്ഷൻ കഴിഞ്ഞു. ഇനി ഇതന്നെ റിപ്പീറ്റ് ചെയ്ത് വീണ്ടും വരും. അതാണ്. അപ്പൊ ഇനി നിങ്ങൾക്ക് കുറച്ചും കൂടി എളുപ്പമായിരിക്കും. അടുത്തത് ഇനി അടുത്ത 2017 കഴിഞ്ഞിട്ട് 2018 ഇൻസ്റ്റാൾമെന്റ് ഡ്യൂ ആവലാണ്. അതെന്താണ് നോക്കുക. ഇൻട്രസ്റ്റ് കാൽക്കുലേഷൻ ആണ്. അതുപോലെ ഇൻട്രസ്റ്റ് ഡ്യൂ ആവുന്നു. അടുത്ത ഘട്ടം ആദ്യം ഇൻട്രസ്റ്റ് ഡ്യൂ ആവും. പിന്നെ നമ്മൾ ഇൻട്രസ്റ്റും ഇൻസ്റ്റാൾമെന്റും കൂടെ കൊടുക്കുകയാണ് ചെയ്യാം. ഇൻട്രസ്റ്റ് ഡ്യൂ ആയത് നോക്കൂ, 750 രൂപയാണ് ഇൻട്രസ്റ്റ് ഡ്യൂ ആയത്. അതെങ്ങനെ? നേരത്തതും 750 വന്നു, ഇപ്പത്തത് 750 വന്നു. അതെന്താ? അത് ഒരു മാസം നമ്മൾ ഇൻസ്റ്റാൾമെന്റ് കൊടുത്തത് ലെസ് ചെയ്തിട്ട്. അതെ. അപ്പോ നേരത്തെ നമുക്ക് 20,000 ഉണ്ടായിരുന്നു, ഇപ്പൊ 15,000 ഉള്ളൂ. ആ 15,000ന്റെ 5% 750 തന്നെയാണ് വരിക. അപ്പോ ഇൻട്രസ്റ്റ് ഡ്യൂ, ഇൻട്രസ്റ്റ് അക്കൗണ്ട് അറ്റ് ടു അദാനി എന്റർപ്രൈസസ് 15,000ന്റെ 5% 750. വേറൊരു കാൽക്കുലേഷൻ അതില്ല, അത് ഒരു കൊല്ലത്തെ തന്നെയാണ്. ഇനി അത് ചുരുക്കാനൊന്നുമില്ല. ഇൻട്രസ്റ്റ് ഡ്യൂ ആയി. ഇനി നമ്മൾ എന്ത് ചെയ്യും? ഇൻസ്റ്റാൾമെന്റ് കൊടുക്കും. അദാനി എന്റർപ്രൈസസ് അക്കൗണ്ട് അറ്റ് ടു ക്യാഷ്. എങ്ങനെ വന്നു? ഈ ഇൻസ്റ്റാൾമെന്റ് എമൗണ്ടും നമ്മളിപ്പോ കണ്ടെത്തിയ 750 ഇൻട്രസ്റ്റ്. അവിടെ പിന്നെ വേറെ കാൽക്കുലേഷൻ ഇല്ല. അപ്പൊ നമ്മളിപ്പോ ഒരു കാര്യം ചിന്തിക്കണം, ഈ ഒരു പേയ്മെന്റ് കൂടെ കൊടുത്താൽ ഇനി നമുക്ക് ബാക്കിയുള്ളത് എത്ര ഉള്ളൂ? ഇപ്പൊ ഡൗൺ പേയ്മെന്റ് 25,000 ഡൗൺ പേയ്മെന്റ് ആദ്യം കൊടുത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു 5 കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഇപ്പോഴും ഒരു 5 കൊടുത്തു. ഇനി 10 ബാക്കി ഉണ്ടാവുള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കാം. ദെൻ ഡിപ്രീഷിയേഷൻ വന്നു. ഡിപ്രീഷിയേഷൻ 2,500. അതെന്താ 2,500? ഡിപ്രീഷിയേഷൻ 2,500 അല്ലേ? കൺഫ്യൂഷൻ ആയോ? ഡിപ്രീഷിയേഷൻ 2,500 തന്നെയല്ലേ? അതെ. ഡിപ്രീഷിയേഷൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ക്യാഷ് പ്രൈസുമേലാണ്. 25,000 രൂപയുടെ മെഷീനറിയാണ് നമ്മൾ വാങ്ങിച്ചത്. അതിന് 25,000ന്റെ 10%. കഴിഞ്ഞ വർഷം അത് കുറയാനുള്ള കാരണം 9 മാസത്തെ ഡിപ്രീഷിയേഷൻ നോക്കിയത് കൊണ്ടാണ്. ഇപ്പോൾ നമ്മൾ 10 മാസത്തെ 12 മാസത്തെ ഡിപ്രീഷിയേഷൻ ആണ് നോക്കുക. അപ്പോൾ ഇനി അങ്ങോട്ട് എല്ലാം 2,500 ആണ് വരിക. ഡിപ്രീഷിയേഷൻ എന്ന് പറഞ്ഞാൽ അസറ്റിന്റെ വില എത്രയാണോ അതിന്റെ 10% ആണ് ഡിപ്രീഷിയേഷൻ. അത് 25,000 ആണ്. 25,000ന്റെ 10% 2,500. അപ്പൊ ഡിപ്രീഷിയേഷൻ നമ്മൾ കണക്കാക്കി 25,000ന്റെ 10%. ഇനി അടുത്ത പരിപാടി എന്തായിരുന്നു? ഇത് രണ്ടും കൂടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. ഏത് രണ്ടും? 2,500 ഡിപ്രീഷിയേഷനും ഇൻട്രസ്റ്റ് 750 കൂടെ കൂട്ടിയിട്ട് 3,250 രൂപ എന്ത് ചെയ്യണം? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് മാറ്റി. സർ, അത് എല്ലാ വർഷവും മാറ്റണം അല്ലേ? അതെ അതെ. ഓരോ വർഷം പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം അല്ലേ? അതെ അതെ അതെ. ഓരോ വർഷം നമ്മൾ ഓരോ വർഷവും ബാലൻസ് ഷീറ്റ് ഉണ്ടാക്കും. ആ ഓരോ വർഷവും ബാലൻസ് ഷീറ്റിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഒക്കെ ഉണ്ടാക്കും. അതിന്റെ മുന്നേ ആ ഓരോ വർഷത്തെ പ്രോഫിറ്റ് ഒന്നും ഡിപ്രീഷിയേഷൻ ഒക്കെ കുറയ്ക്കണം. നമ്മൾ പ്രോഫിറ്റ് കൂടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള അഡ്ജസ്റ്റ്മെന്റ് ചെയ്യുന്നത്. അതായത് ഡിപ്രീഷിയേഷൻ ഒക്കെ കാണിക്കുന്നത്. അല്ലെങ്കിൽ വലിയ പ്രോഫിറ്റ് കാണും. പ്രോഫിറ്റ് മാക്സിമം പ്രോഫിറ്റ് കുറഞ്ഞ് കാണണം. അതിന് എക്സ്പെൻസ് അതിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഇട്ടിട്ട് കുറക്കണം. അതാണ് ഡിപ്രീഷിയേഷൻ. ഇതൊക്കെ ചെലവാണ്. ഇതൊക്കെ അതിന് കുറക്കണം. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അറ്റർ ടു ഇൻട്രസ്റ്റ് 750, ഡിപ്രീഷിയേഷൻ ഇതൊക്കെ ഡയറക്റ്റ് എമൗണ്ട് തന്നെയാണ്. ഇതിൽ വേറെ കാൽക്കുലേഷൻ ഒന്നും വരുന്നില്ല. അപ്പൊ അങ്ങനെ ആയി. അപ്പോൾ
രണ്ടാമത്തെ ഇൻസ്റ്റാൾമെന്റ് നമ്മൾ കൊടുത്തു കഴിഞ്ഞു. ഇത് ട്രാൻസ്ഫർ ചെയ്തതോടുകൂടി ഒരു സെറ്റ് വീണ്ടും കഴിഞ്ഞു. ഇനി വീണ്ടും എങ്ങനെ റിപ്പീറ്റ് ചെയ്യും? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെയുള്ള ആദ്യം ഇൻട്രസ്റ്റ് ഡ്യൂ ആവുന്നത് എൻട്രി വരും. ഇൻട്രസ്റ്റ് അക്കൗണ്ട് അറ്റ് ടു അദാനി എന്റർപ്രൈസസ്. ആ ഇൻട്രസ്റ്റ് ഇപ്പൊ വന്നിട്ടുള്ളത് 500 ആണ്. എങ്ങനെ 500 വന്നു? അത് 10,000-ന്റെ 5%. അതെ, 10,000-ന്റെ. ഇപ്പൊ എമൗണ്ട് വീണ്ടും കുറഞ്ഞു. 10,000-ന്റെ 5%. അപ്പോ ഇൻട്രസ്റ്റ് അക്കൗണ്ട് അറ്റ് ടു 500 ടു അദാനി എന്റർപ്രൈസസ് 500. ആ ഇൻട്രസ്റ്റും ഫസ്റ്റത്തെ സെക്കൻഡ് തേർഡ് ഇൻസ്റ്റാൾമെന്റും കൂടെ നമ്മൾ കൊടുക്കാൻ പോവാണ്. അദാനി എന്റർപ്രൈസിനാണ് ക്യാഷ് പോകുന്നു. ക്യാഷ് എത്ര? 5,500. 5,500 കൊടുത്തു. ദെൻ ഡിപ്രീഷിയേഷൻ ചാർജ് ചെയ്യുമ്പോൾ 2,500 തന്നെയാണ് വീണ്ടും വരിക. അതിന് മാറ്റില്ല. 25,000-ന്റെ 10% 2,500. അത് ഡിപ്രീഷിയേഷൻ ടു മെഷീനറി അക്കൗണ്ട് നമ്മൾ എൻട്രി ഇടും. ഡിപ്രീഷിയേഷന്റെ ചെലവും ഇൻട്രസ്റ്റും കൂടി പ്രോഫിറ്റ് അക്കൗണ്ടിലേക്ക് മാറ്റലാണ് അവസാനത്തെ സ്റ്റേജ്. അത് നമ്മൾ ഇങ്ങനെ ചെയ്യും. 2,500-ഉം 500 രൂപ പലിശയും കൂടെ ആയിട്ട്, ഞാനിവിടെ എഴുതിയ എമൗണ്ട് തെറ്റിപ്പോയി. ഇവിടെ എത്രയാണ് വരിക? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് പോകുന്നത് 500 അല്ല, എത്ര വരും? 3,500 വരും അല്ലെ? അല്ല, 3,000 വരും. ഡിപ്രീസിയേഷനും ഇൻട്രസ്റ്റും കൂടി 3,000. ഡിപ്രീഷിയേഷന് ഇതോടെ 3,000 രൂപ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ഇനി നമുക്ക് ഒരടവ് കൂടെ ബാക്കിയുള്ളൂ. ലാസ്റ്റ് ഇൻസ്റ്റാൾമെന്റ് 2020 ഡിസംബർ 31 ക്ലോസിംഗ് ഡേറ്റ് ആണ് ശരിക്കും. അതില് നമ്മൾ ഇൻട്രസ്റ്റ് വരുന്നത് 250 രൂപയാണ്. ആ 250 എങ്ങനെ കിട്ടി? അത് ലാസ്റ്റ് എമൗണ്ട് 5,000-ന്റെ 5%. 5,000 നമുക്ക് കൊടുക്കാനുള്ളൂ. 5,000-ന്റെ 5% വരുമ്പോൾ 250 ആണ്. ആ 250 ഇൻട്രസ്റ്റ് ഡ്യൂ ആയി. അടുത്ത എൻട്രി നമ്മൾ ഇൻസ്റ്റാൾമെന്റ് കൊടുക്കലാണ്. ഇൻസ്റ്റാൾമെന്റ് കൊടുക്കുമ്പോൾ നമ്മൾ 5,000 ഇൻസ്റ്റാൾമെന്റും അതിന്റെ പലിശ 250 രൂപയും കൂടെ കൂട്ടിയിട്ട് 5,250 രൂപ ഇൻസ്റ്റാൾമെന്റ് കൊടുക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഡിപ്രീഷിയേഷൻ കണക്കൂട്ടണം. ഡിപ്രീഷിയേഷൻ നമുക്ക് സംശയമില്ല, 2,500 ആണ്. 25,000-ന്റെ 10%. അത് ഡിപ്രീഷിയേഷൻ അക്കൗണ്ട് ടു മെഷീനറി അക്കൗണ്ട്. ലാസ്റ്റ് രണ്ടും കൂടെ ഒന്നിച്ച് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. 2,750, 2,500 പ്ലസ് 250, 2,750 പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നു. അതോടുകൂടി നമ്മുടെ മൊത്തം അടവും ഇൻസ്റ്റാൾമെന്റും ഇവിടെ തീരുകയും ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ ക്ലോസിംഗ് ആയി അവിടെ. ഇനി നിങ്ങൾ എൻട്രി ഞാനിവിടെ ചെയ്ത് വെച്ചിട്ടില്ല. എൻട്രി നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ നോക്കിയാൽ അതിന്റെ കറക്റ്റ് ഡേറ്റ് അനുസരിച്ചുള്ള എൻട്രി നിങ്ങൾക്ക് കാണാം. ഞാനത് ചെയ്യാനുള്ള സമയം കിട്ടിയിട്ടില്ല. ജേണൽ. ഓക്കെ, ഇപ്പൊ ജേണൽ എങ്ങനെ എഴുതാന്ന് മനസ്സിലായില്ലേ? ഓക്കെ, ഇനി ലെഡ്ജർ പോസ്റ്റ് ചെയ്യൽ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. അത് വെച്ചിട്ട് നിങ്ങൾ ലെഡ്ജർ ഒന്ന് പോസ്റ്റ് ചെയ്യണം. അപ്പൊ ഇവിടെ ഒരു ബാലൻസ് ഷീറ്റ് നമുക്ക് കാണാം. 1/4-ന് 25,000-ന്റെ മെഷീനറി വന്നത്, അതിന്റെ ഡിപ്രീഷിയേഷൻ ഇത്ര, എന്നിട്ട് ആ വർഷത്തെ ബാലൻസ്, മെഷീനറിയുടെ ബാലൻസ് ആ അക്കൗണ്ടിൽ ഇത്രയാണ് കാണിക്കുക. ഇതെങ്ങനെ കിട്ടുന്നു വെച്ചാൽ നമ്മൾ ലെഡ്ജർ പോസ്റ്റ് ചെയ്യുന്നത് അങ്ങനെ പോസ്റ്റ് ചെയ്താൽ തന്നെ ഇങ്ങനെ കിട്ടും. അതായത് ജേണൽ എൻട്രി എടുത്തിട്ട് ഇങ്ങോട്ട് പോസ്റ്റ് ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് സെൽഫായിട്ട് ചെയ്യാൻ സാധിക്കും. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. അതായത് ഇങ്ങനെ നമ്മളിങ്ങനെ ഓരോ വർഷവും എന്ത് ചെയ്യുന്നുണ്ട്, ഇങ്ങനെ ക്ലോസ് ചെയ്യുന്നുണ്ട്. ഓരോ വർഷം നമ്മൾ ബാലൻസ് ഷീറ്റ് ക്ലോസ് ചെയ്യണം അല്ലെ? പോസ്റ്റ് ലെഡ്ജർ പോസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയുന്നതല്ലേ? ഒന്ന് ചെയ്താൽ മതി. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് സമയം കളയുന്നില്ല. ദെൻ അദാനി എന്റർപ്രൈസസിന്റെ അക്കൗണ്ടിൽ ഇങ്ങനെയാണ് വരിക. പോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇൻട്രസ്റ്റ് സെപ്പറേറ്റ് അതിന് ഒരു അക്കൗണ്ട് ഉണ്ട്. ഡിപ്രീഷിയേഷനിലും നിങ്ങൾക്ക് അതേപോലെ പോസ്റ്റ് ചെയ്തിട്ട് ആ അക്കൗണ്ട് ബാലൻസ് ചെയ്യാം. ദെൻ ബാലൻസ് ഷീറ്റിലേക്ക് വരാം. ബാലൻസ് ഷീറ്റിലേക്ക് വരുമ്പോൾ സാധാരണ നമ്മൾ ബാലൻസ് ഷീറ്റ് ഉണ്ടാക്കുക എല്ലാ വർഷവും 31-ാം തീയതി, മാർച്ച് 31-ാം തീയതിയാണ്. അപ്പോൾ എല്ലാ വർഷവും നമ്മൾ ബാലൻസ് ഷീറ്റ് ക്ലോസ് ചെയ്യും. ബാലൻസ് ഷീറ്റ് നമ്മൾ ടാലി ആക്കും.
ഇവിടെ നമ്മൾ ഇൻസ്റ്റാൾമെന്റ് പർച്ചേസ് ആയതുകൊണ്ട് ബാലൻസിന് എല്ലാ വർഷവും നമ്മൾ അതിന്റെ ബാലൻസ് ഇങ്ങനെ ജസ്റ്റ് കാണിച്ച് പോവുകയാണ്, അത്രേ ഉള്ളൂ. അതായത് ബാലൻസ് ഷീറ്റില് ഇത് ടോട്ടൽ ബാലൻസ് ഷീറ്റ് അല്ല, നമ്മുടെ ഹയർ പർച്ചേസ് മെഷീനറിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രം കാണിക്കുന്ന ബാലൻസ് ഷീറ്റാണ്. അതായത് ആദ്യത്തെ 2017 ഡിസംബർ മാസം നമ്മുടെ മെഷീനറിയില് ബാലൻസ് ഉണ്ടാവുക 15,000 ആണ്. മെഷീനറിയുടെ ബാലൻസ് അല്ല, മെഷീനറി അല്ല ഞാൻ പറയുന്നത് കേട്ടോ. ഇവിടെ വരുന്നത് അദാനി എന്റർപ്രൈസിന് നമ്മൾ കൊടുക്കാനുള്ള ലയബിലിറ്റി, അത് എത്ര ഉള്ളൂ? 15,000 ഉള്ളൂ. നമ്മുടെ അടുത്ത് മെഷീനറി ഉണ്ട്, എത്ര രൂപയുടെ മെഷീനറി ഉള്ളത്? 25,000. പക്ഷെ അതിന് 25,000ന്റെ വില ഉണ്ടോ? ഇല്ല. അതിന്റെ ഡിപ്രീഷിയേഷൻ കുറച്ച വിലയാണ് ശരിക്കുള്ള എമൗണ്ട്. 23,000ന്റെ വില അതിനുള്ളൂ. പിറ്റത്തെ വർഷം നമ്മുടെ ബാധ്യത കുറയും, കാരണം നമ്മൾ അടവ് അടച്ചുകൊണ്ട് അത് കുറക്കും. പിറ്റത്തെ വർഷം 5,000 അടക്കും. പിറ്റത്തെ വർഷം നമുക്ക് ലയബിലിറ്റിയേ ഇല്ല. ഇവിടെ അതേപോലെ തന്നെ മെഷീനറിയുടെ കാര്യത്തിൽ മെഷീനറിയുടെ വാല്യൂ ഇങ്ങനെ കുറഞ്ഞു വരും. അതായത് 2017 എന്താണ് ഇത്ര എമൗണ്ട് ഉണ്ട്, 2018 2,500 അതിൽ ഡിപ്രീഷിയേഷൻ കുറഞ്ഞിട്ട് അസറ്റിന്റെ വില 20,625 ആവും. ഇവിടെ വീണ്ടും 2,500 കുറയും. ഓരോ വർഷവും 2,500 കുറഞ്ഞിട്ട് ലാസ്റ്റ് നമ്മൾ ഹയർ പർച്ചേസ് ഇൻസ്റ്റാൾമെന്റിൽ ആ എഗ്രിമെന്റ് ക്ലോസ് ചെയ്യുന്ന 2020 മെഷീനറിയുടെ വില 15,000 സംതിങ് ആയിട്ട് മാറും. ഇങ്ങനെയാണ് ബാലൻസ് ഷീറ്റിൽ കാണിക്കേണ്ടത്. ജേണൽ എൻട്രി ഓക്കെ ആയി കഴിഞ്ഞാൽ ബാക്കിയൊക്കെ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഫില്ല് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇതാണ് ബാലൻസ് ഷീറ്റ്. അപ്പോൾ ഈ ഒരു മെത്തേഡാണ്, ഒറ്റ മെത്തേഡിലാണ്, ഒരു പ്രോബ്ലം തന്നെ ടെക്സ്റ്റ് ബുക്കിലുള്ളൂ. ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാനൊരു ഹോംവർക്ക് പോലെയൊക്കെ വേറെ എടുത്തിട്ട് തരാം. ഈ ഒരു സംഗതിയോടുകൂടി ഈ ഒരു ഫസ്റ്റ് മെത്തേഡ് തീരും. അപ്പോൾ നിങ്ങൾ ആ ഇൻട്രസ്റ്റ് കാൽക്കുലേഷനും മറ്റുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, ബാക്കിയെല്ലാം ഓക്കെയാണ്.